കാന്തപുരത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, കാന്തപുരത്ത് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു നിലപാടേ ഉള്ളൂ. നമ്മുടെ പല നേതാക്കന്മാരെയും സാമുദായിക ആചാര്യന്മാരെയും അപേക്ഷിച്ച് അദ്ദേഹം കുറെ കൂടി നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് യാഥാസ്ഥിതികൻ എന്ന് വിളിക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹം യാഥാസ്ഥിതികനാണ്. യാഥാസ്ഥിതികമായ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു. അത് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയും. നേരെ മറിച്ച് മറുഭാഗത്തുള്ള പണ്ഡിതന്മാർ കാലോചിതമായി ഖുർആനെ വ്യാഖ്യാനിക്കുന്നു എന്ന രീതിയിൽ ആധുനികമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അപകടമില്ലേ? കാരണം കേരളത്തിലെ പ്രബലനായ ഒരു മതസംഘടനയുടെ നേതാവാണ് അദ്ദേഹം. ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എങ്ങനെ വിലയിരുത്തും എന്ന് പോലും ഒരുപക്ഷെ അദ്ദേഹം ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇത്തരമൊരു ആശങ്കയും ഇന്നും ഇല്ലാതെ തന്നെ ഒരു മതനേതാവ് പൊതുവേദിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യം പോലുമല്ല, ഒരു പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു സാമൂഹികമായി നോക്കുമ്പോൾ ഇതൊരു വലിയ ഒരു അത്രയും അരോചകമായിട്ടുള്ള ഒട്ടും ഔചിത്യമില്ലാത്തൊരു പ്രവൃത്തിയല്ലേ? ഒരു മതനേതാവ് എന്നുള്ളവർക്ക് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ വളരെയേറെ ഇദ്ദേഹത്തെ ആശ്രയിക്കുന്നുണ്ട്, വോട്ടിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ തിണ്ണം നിരങ്ങുന്നുണ്ട്. അത്തരമൊരു നേതാവ് ഇങ്ങനെ പറയുന്നതിന്റെ ഒരു അനൗചിത്യം കൂടി താങ്കൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ അതിലേക്കാണ് വന്നത്. കാരണം ഇവിടെ മറ്റ് ആളുകൾ പറഞ്ഞ പോലെ അല്ല. ഇപ്പൊ ആദമും ഹവ്വയും ഒരുമിച്ച് പാപം ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴും ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തു മതം ഒരു വലിയ പരിധി വരെ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം മതം വളരെ വ്യക്തമായിട്ട് പുരുഷാധിപത്യം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മതമാണ്. അപ്പൊ അദ്ദേഹം ഖുറാനിലും ഹദീസിലും കാണുന്ന കാര്യങ്ങൾ അതേപടി പറയുന്നു. മറ്റുള്ളവർ അതിൽ അല്പം മായം ചേർത്ത് പുരോഗമനവാദികളായിട്ട് അഭിനയിക്കുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. ഇനി ആ ഒരു കാര്യം കൂടി പറയാം. കാന്തപുരം മുസ്ലിയാർ ആർജവമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു. മറ്റുള്ള ആളുകളിലേക്ക് മറ്റുള്ളവർ കേൾക്കാതെ ചെവിട്ടിൽ നമ്മളോട് രഹസ്യമായിട്ട് പറയും. അത്ര വ്യത്യാസമുള്ളൂ. അദ്ദേഹം സത്യസന്ധരായതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറയുന്നു. നന്ദി, അഡ്വക്കേറ്റ് ജയശങ്കർ.